നമസ്കാരി. ഖൈബർ പക്തൂൺഖ്വ പ്രവിശ്യയിൽ വലിയ സ്ഫോടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഏകദേശം 24ഓളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ അഭ്യൂഹം എന്താണെന്ന് വെച്ചാൽ, ഇതാര് നടത്തി? പാകിസ്ഥാനിൽ ആര് ബോംബിട്ടു? പാകിസ്ഥാൻ തന്നെ പാകിസ്ഥാനിൽ ബോംബിട്ടു? അതോ അഫ്ഗാനിസ്ഥാന്റെ ഒരു പേര് ഇതിലേക്ക് കേൾക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനോ ഇട്ടത്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലാണോ ഇട്ടത്? അത്തരത്തിലുള്ള നിറയെ അഭ്യൂഹങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഖൈബർ പക്തൂൺഖ്വ പ്രവിശ്യയിൽ നടന്ന സ്ഫോടനം, ആ സ്ഫോടനത്തെ എങ്ങനെ വിലയിരുത്താം? ഈ പാകിസ്ഥാന് എന്ത് കള്ളവും വളരെ മനോഹരമായിട്ട് സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ അലയൊലികൾ ക്രിക്കറ്റിൽ പോലും എത്തി നിൽക്കുന്നു. ഈ ക്രിക്കറ്റിലെ താരങ്ങൾ പോലും പാകിസ്ഥാന്റെ നറേറ്റീവ് ഗ്രൗണ്ടിൽ നിന്ന് അവിടെ നിൽക്കുന്ന കാണികളോട് നൽകി ഇന്ത്യയുടെ 6 വിമാനങ്ങൾ 6-0 എന്ന് കാണിച്ച് പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ കഥ പറയുന്നതിൽ ഇന്ത്യക്കാരെക്കാളും മികച്ചത് പാകിസ്ഥാൻകാർ തന്നെയാണ്. കള്ളക്കഥ പ്രചരിപ്പിക്കുന്നതിൽ അവരെ വെല്ലാൻ ഇന്ത്യക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കഥകൾ പോലും ഇത്ര മനോഹരമായിട്ട് ഓരോ അടി കിട്ടുമ്പോഴും ഞങ്ങൾ ജയിച്ചേ എന്ന് പറയുകയും ഓരോ പണി കിട്ടിയിട്ടും തോറ്റ ജനറലിനെ ഫീൽഡ് മാർഷലാക്കി മാറ്റാനുള്ള കഴിവൊന്നും വേറെ എത്ര രാജ്യങ്ങൾക്കുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സംശയമാണ്. എനിവേ, ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം രാത്രി 2 മണിക്ക് ഈ മാത്രേദാര എന്ന് പറയുന്ന തിരാവാലിയില്, അത് ഖൈബർ പക്തൂൺഖ്വ, പ്രധാനമായിട്ടും ഈ പാകിസ്ഥാൻ 5 വലിയ പ്രോവിൻസുകളാണ്. അതിലെ ഖൈബർ പക്തൂൺഖ്വ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനോട് അടുത്ത് കിടക്കുന്ന ഖൈബർ പക്തൂൺഖ്വയില് തിരാവാലിയില് മാത്രേദാര എന്ന് പറയുന്ന ഗ്രാമത്തില് ഈ പാകിസ്ഥാന്റെ ചൈനീസ് പോർവിമാനങ്ങളുണ്ട്. JF-17 പോർവിമാനങ്ങൾ പാകിസ്ഥാന്റെ എയർഫോഴ്സിന്റെ അവിടെ പോയി ചൈനീസ് LS-6 എന്ന് പറയുന്ന പ്രിസിഷൻ ഗൈഡഡ് ബോംബുകൾ 6ഓളം ബോംബുകൾ അവിടെ ബോംബുകൾ വർഷിച്ചു. ഏകദേശം 30 പേരോളം മിനിമം, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് കണക്ക്. ഇതിനകത്തൊന്നും ഇപ്പൊ ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കള്ളം പറയുന്ന ഒരു രാജ്യം, നമുക്ക് പുറത്തറിയുന്ന പലപ്പോഴും വിദേശ മാധ്യമങ്ങളിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ട് മാത്രമേ പറയാവുള്ളൂ. അപ്പം അവർ 8ഓളം ബോംബുകൾ അവിടെ ഇട്ടു. ഈ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ JF-17 ഉപയോഗിച്ചെന്നും 8ഓളം ബോംബുകൾ ഉപയോഗിച്ചു എന്നുള്ളതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി എന്താണ് അതിന്റെ ഒരു പ്രസക്തി? ഈ തിരാവാലി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് പാകിസ്ഥാൻ സർക്കാരിനെ എതിർക്കുന്ന തരീഖെ താലിബാൻ, TTP എന്നാണ് അതിന് പറയുക, തരീഖെ താലിബാൻ ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ സർക്കാരിനെ എതിർക്കുന്ന ഒരു വലിയ, നമ്മൾ ഈ ബലൂചിസ്ഥാനൊക്കെ ഉള്ളതുപോലെ ഓരോ സ്ഥലത്തും അവിടെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ട് അവിടെ, ഒരു ആക്ടിവിസ്റ്റുകൾ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആക്ടിവിറ്റി. അപ്പൊ ഇവരെ ഒതുക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത്. ഈ സ്വന്തം രാജ്യത്ത് ബോംബിടാനുള്ള കഴിവ്, അത് എത്ര തന്നെ എന്ത് കാരണം കൊണ്ടായാലും സ്വന്തം രാജ്യത്ത് കൊണ്ട് ബോംബിടാൻ, സ്വന്തം എയർഫോഴ്സ് ഉപയോഗിച്ച് ബോംബിടാനുള്ള കഴിവ് എത്ര പേർക്ക്, എത്ര സർക്കാരുകൾക്ക് ഉണ്ടാവുമെന്ന് എന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പാകിസ്ഥാന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്നിട്ടും എന്ത് പറ്റി? അവിടെ മരിച്ചത് കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. ഈ നമ്മളിപ്പോ ഓപ്പറേഷൻ സിന്ദൂർ നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടി നമ്മൾ കുറച്ച് സമയമെടുത്തു. ആ കുറച്ച് സമയമെടുത്ത എന്തായിരുന്നു? ഇവന്മാരുടെ തീവ്രവാദികൾ എവിടെയൊക്കെയുണ്ട്, അതില് 10-20 തീവ്രവാദ കേന്ദ്രങ്ങളുണ്ട്, അതില് ആരിലൊക്കെ എവിടെയൊക്കെ ആളുണ്ട്, എവിടെയൊക്കെ ആളില്ല. വെറുതെ കൊണ്ട് മിസൈലും ബോംബും ഒന്നും ഇടുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് കൊളാട്രൽ ഡാമേജ് ഉണ്ടോ? കൊളാട്രൽ ഡാമേജ് സാധാരണ ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാകുമോ? വേറെ സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമോ? ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇന്റലിജൻസും സംവിധാനങ്ങളും വെച്ചിട്ട് വേണം ഇത്തരം ആക്രമണങ്ങൾ അഥവാ നടത്തിയാൽ തന്നെ നടത്താൻ. ഇതൊന്നും ഇല്ലാതെ കേട്ടപാടെ അവിടെ ഈ TTPയുടെ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് അവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മേലിൽ സ്വന്തം രാജ്യത്തിനകത്ത് 8ഓളം ബോംബുകൾ സ്വന്തം എയർഫോഴ്സ് കൊണ്ട് ഇട്ടു എന്ന് പറയുന്നതിൽ പരം നാണക്കേട് വേറൊന്നുമില്ല എന്നുള്ളതാണ്. അതിനകത്ത് അൺഫോർച്ചുനേറ്റ്ലി സിവിലിയൻസ് ധാരാളം പേര് മരിച്ചു. അത് സ്ത്രീകളും കുട്ടികളും മരിച്ചു. ഇനി ഇത്രയുള്ള പ്രശ്നം എന്താണ്? ഇപ്പൊ പാകിസ്ഥാൻ പറയും, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കള്ളക്കഥ പറയുന്നതിൽ ഇവരെ പോലെ കഴിവുള്ളവർ വേറെ ആരുമില്ല. ഇവർ പറയുന്നത് അവിടെ പാകിസ്ഥാൻ
പിന്നെ ഈ TTP-യുടെ ആളുകൾ ബോംബ് ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ ആ ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലേ, നീതു പറഞ്ഞ പോലെ ഇനിയിപ്പോ അഫ്ഗാനിസ്ഥാനാണ് അവിടെ കൊണ്ട് ബോംബിട്ടതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അഫ്ഗാനിസ്ഥാൻ അവിടെ കൊണ്ട് ബോംബിടേണ്ട ഒരു കാര്യവുമില്ലെന്നുള്ളതാണ്. പാകിസ്ഥാൻ അതിർത്തിക്ക്, ഇത് പാകിസ്ഥാന്റെ ഉള്ളിലാണ്. പാകിസ്ഥാന്റെ അതിർത്തി കയറി അഫ്ഗാനിസ്ഥാൻ കൊണ്ട് ബോംബിടുവോ? അപ്പൊ ഇതൊക്കെ ഇവന്മാർക്ക് കള്ളക്കഥ പറയാൻ ഒരു പ്രശ്നമില്ലെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ തമാശ. അത് അൺഫോർച്ചുനേറ്റ്ലി അത് ഈ TTP എന്ന് പറയുന്നതും ബലൂചിസ്ഥാനും എന്ന് പറയുന്നത് ഇവരുടെ ഈ വൃത്തികെട്ട ഭരണത്തിനെതിരെ നിരന്തരം പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ അവരൊരു അവസരം കിട്ടി, അവരുടെ ആരൊക്കെ അവിടെ ഉണ്ടെന്ന് ഇവർക്ക് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ കിട്ടിക്കാണും. അവിടെ കൊണ്ട് പോകുമ്പോട്ട് പാവങ്ങൾ കുട്ടികളും, ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും മരിക്കുക എന്ന് പറയുന്നത് അത് പാകിസ്ഥാനിനുള്ളിലായാൽ പോലും അതൊരു ദുഃഖകരമായ കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അതൊരു അന്തർദേശീയ സമൂഹത്തിന്റെ, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റും. അതിനകത്ത് ദോഷങ്ങൾ ഉണ്ടാകും. അതായത് ചുരുക്കം പറഞ്ഞാൽ എന്താണ്, ഇപ്പം സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ധാരണ എത്തി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു റോഗ് നേഷൻ എന്ന് പറയും, തെമ്മാടി രാഷ്ട്രം എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തെമ്മാടി രാഷ്ട്രം. അവർക്ക് അവരുടെ ആയുധങ്ങൾ ആർക്കെതിരെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാ, എപ്പോൾ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാ. സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ തലയിൽ കൊണ്ട് ബോംബിടാൻ പറ്റിയ വിവരദോഷികളാണ് അവിടെ ഇരിക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും പാകിസ്ഥാന്റെ എയർഫോഴ്സ് ഒരു പടക്കം ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലം പൊട്ടിത്തെറിച്ചാൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ഇത് 8 ഡിഫറെന്റ് ബോംബുകൾ ഇട്ടു എന്നുള്ളത് വളരെ വ്യക്തമായ തെളിവാണ്. 8 ഡിഫറെന്റ് സ്ഫോടനങ്ങൾ അവിടെ ഉണ്ടായി. അത് ബോംബിട്ട് ഈ ഇന്നത്തെ കാലത്ത് സാറ്റലൈറ്റും സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പം ഇത് പൊട്ടിത്തെറിക്കുന്നത് വേറെ, ബോംബ് പോകുന്നത് വേറെ, ഇതെല്ലാം ട്രാക്ക് ചെയ്യാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ സംവിധാനങ്ങളുണ്ട്. ഇതിന്റെ സത്യാവസ്ഥകൾ ഇനി അഥവാ പാകിസ്ഥാൻ പറഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വരാൻ അധികം താമസം ഉണ്ടാവില്ല. എന്തായാലും 30ഓളം സിവിലിയൻസ് മരിച്ചു. അവർ ഏതൊക്കെയാണ്, ഏത് പ്രായത്തിലുള്ളവരാണ്, ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ, ചില കുടുംബങ്ങൾ തന്നെ അങ്ങനെ തന്നെ തുടച്ചു നീക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എന്താണ് ഇങ്ങനെ ഒരു ചെയ്യാനുണ്ടായ കാരണമെന്ന് ഇതിന്റെ വിശദവിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇതിനകത്തൊരു വലിയ മാനുഷികമായ പ്രശ്നമുണ്ട്. ഒരു രാജ്യത്തെ സർക്കാർ എന്തിന്റെ പേരിലായാലും ആ രാജ്യത്തെ ജനങ്ങളുടെ തലയ്ക്ക് കൊണ്ട് ബോംബിടുക എന്ന് പറയുന്നത് രാത്രിയുടെ 2 മണി സമയത്ത്, കിടന്നുറങ്ങുന്ന സമയത്ത്, ഇതൊക്കെ വലിയ മാനുഷികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇവരെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്. സൗദി അറേബ്യ 2 പ്രാവശ്യം ആലോചിക്കണം ഇതുപോലെ ഒരു രാജ്യത്തുമായിട്ട് ഒരു ധാരണ ഉണ്ടാകുമ്പോൾ. അപ്പൊ ഇവരുടെയൊക്കെ ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? എന്താണ് തീരുമാനിക്കാനുള്ള ചേതോ വികാരം? ഇതൊക്കെ വളരെ ഒരു പ്രസക്തമായ കാര്യങ്ങളാണ്. ഇതിന് ഒരു ഡെഫിനറ്റ്ലി ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, അടിയന്തരമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നടക്കണം. ഇപ്പൊ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഖൈബർ പഖ്തൂൺഖ എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ട് എതിർത്ത് നിൽക്കുന്ന ഒരു പ്രവിശ്യ എന്ന പേരിൽ അവിടുത്തെ ജനങ്ങളെ കൊന്നെടുക്കുക. ഇപ്പൊ ബലൂചിസ്ഥാനിൽ ഇതുപോലെ, അപ്പൊ നാളെ ഇതേ ബോംബ് കൊണ്ട് ബലൂചിസ്ഥാനിൽ വിടാം, ഇതേപോലെ ആളുകളുടെ തലയ്ക്ക് കൊണ്ട് ബോംബിടാം. എന്തൊക്കെ പറഞ്ഞാലും അതൊരു മാനുഷികമായ പരിഗണന അവർ കാണിക്കണമായിരുന്നു. ഇപ്പൊ തീവ്രവാദികൾ, ആ രാജ്യത്ത് തീവ്രവാദികൾ ഉണ്ടെങ്കിൽ എതിർക്കുന്നതിനകത്ത് നമുക്കാർക്കും എതിർപ്പില്ല. പക്ഷേ അത് കൊല്ലേണ്ടത് തീവ്രവാദികളായിരിക്കണം. അതിനൊരു ഇന്റലിജൻസ് സംവിധാനം വേണം, അതിന് ഷാർപ്പായിട്ട് പ്രയോഗിക്കാനുള്ള ആയുധങ്ങൾ വേണം. അല്ലാതെ ചുമ്മാ വെറുതെ സ്ത്രീകളുടെയും കുട്ടികളുടെയും തലയ്ക്ക് കൊണ്ട് ബോംബിട്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് ഇവരെത്രത്തോളം വീണ്ടും വിചാരമില്ലാതെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതിന്റെ ഒരു തെളിവും സൂചികയുമായി ഇന്ത്യ കണ്ടിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത്. യെസ്. എന്തായാലും ഇത്തരത്തിൽ പാകിസ്ഥാൻ, നമുക്കറിയാം വിനോദ് സാർ, പാകിസ്ഥാനകത്തുള്ള ആഭ്യന്തര വിഷയങ്ങളൊക്കെ സാർ സൂചിപ്പിച്ചതുപോലെ അവിടെ താലിബാന്റെ നേതൃത്വത്തിലുള്ള TTP-യുടെ പ്രവർത്തനമുണ്ട്, ബലൂചിസ്ഥാൻ ആർമി BLA-യുടെ ഒരു പ്രവർത്തനമുണ്ട്. ഒപ്പം മുൻ പ്രധാനമന്ത്രി പോലും അവിടെ ഇപ്പോൾ ജയിലിലാണ്, ഇമ്രാൻഖാൻ ജയിലിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ പാകിസ്ഥാനിൽ ആഭ്യന്തര വിഷയങ്ങളുണ്ട്, കലാപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്ന ഒരു ആക്രമണം, അതിന് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വലിയ നുണകൾ, സ്ഫോടനം നടന്നതാണ്. പക്ഷെ വിനോദ് സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഫോടനമാണ് നടന്നതെങ്കിൽ അത് അബദ്ധവശാൽ നടന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു എന്ന് കരുതാം. ഇത് പല വിധത്തിൽ 7 8 സ്ഥലങ്ങളിലായിട്ടാണ് അടുപ്പിച്ചടുപ്പിച്ചാണ് സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ പാകിസ്ഥാന്റെ നുണപ്രചാരണം എന്നേ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പാകിസ്ഥാൻ അത്തരത്തിൽ ഒരു നുണപ്രചാരണം നടത്തുമോ എന്നുള്ളതിന് സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ വ്യക്തമായ ഒരു ഉദാഹരണമുണ്ട്.
ഓപ്പറേഷൻ സിന്ദൂർ. എന്തായാലും ഈ വിഷയത്തിലും വ്യക്തമാണ് വിനോദ് സാർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.